കൃഷ്ണ. ഭഗവാന്റെ കൃപ കൊണ്ട് 24-ാമത്തെ ദശകവും നമ്മളൊന്ന് അർത്ഥവിചാരം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. ഇനി നമുക്കത് സമ്പൂർണ്ണ പാരായണം ചെയ്ത് ആ പൊന്നു തൃച്ചേവടികൾ സമർപ്പിക്കാനുള്ള സമയമാണ്. അതിനോടൊപ്പം ഫലപ്രാപ്തിയും കൂടി ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. ദശകം 24 പ്രഹ്ലാദചരിതം. ഹിരണ്യാക്ഷേ പോത്രി പ്രവരവപുഷാ ദേവ ഭവതാ ഹതേ ശോകക്രോധക്ലപിതധൃതിരേതസ്യ സഹജഃ ഹിരണ്യപ്രാരംഭ കശിപുരമരാരാതി സദസി പ്രതിജ്ഞാമാതേനേ തവ കില വധാർത്ഥം മധുരിപോ വിധാതാരം ഘോരം സ ഖലു തപസിത്വാ ന ചിരതഃ പുരഃ സാക്ഷാത് കുർവൻ സുരനരമൃഗാദ്യൈരനിധനം വരം ലബ്ധ്വാ ദൃപ്തോ ജഗദിഹ ഭവന്നായകമിദം പരിക്ഷുന്ദന്നിന്ദ്രാദഹരത ദിവം ത്വാമഗണയൻ നിഹന്തും ത്വാം ഭൂയസ്തവ പദമവാപ്തസ്യ ചരിപോർബഹിർദൃഷ്ടേരന്തർദധിത ഹൃദയേ സൂക്ഷ്മവപുഷാ നതന്നുച്ചൈസ്തത്രാപ്യഖില ഭുവനാന്തേ ച മൃഗയൻ ഭിയായാതം മത്വാ സ ഖലു ജിതകാശീ നിവവൃതേ തതോസ്യ പ്രഹ്ലാദഃ സമജനിസുതോ ഗർഭവസതൗ മുനേർവീണാപാണേരധിഗതഭവൽഭക്തിമഹിമാ स वै जात्यादैत्यशिशुरपि समेत्य त्वैरतिं गतस्त्वल्भक्तानां वरद परमोदाहरणतां सुरारीणां हास्यं तव चरणदास्यं निजसुते स दृष्ट्वा दुष्टात्मा गुरुभिरशिशिक्षच्चिरममुं गुरुप्रोक्तं चासाविदमिदमभद्राय दृढमिति अपाकुर्वन् सर्वं तव चरणभक्त्यैव ववृथे गुरुप्रोक्तं चासाविदमिदमभद्राय दृढमित्यपाकुर्वन् सर्वं तव चरणभक्त्यैव ववृथे अधीतेषु श्रेष्ठं किमिति परिपृष्टेऽथ तनये भवद्भक्तिं वर्यामभिगदति भर्याकुलधृतिः गुरुभ्यो रोषित्वा सहजमतिरस्येत्यभिविदन् वथोपायानस्मिन् व्यतनुत भवत्पादशरणे सशूलैराविद्धः सुबहुमथितो दिग्गजगणैर्महासर्पैर्दष्टोऽप्यनशनगराहारविधुतः सशूलैराविद्धः सुबहुमथितो दिग्गजगणैर्महासर्पैर्दष्टोऽप्यनशनगराहारविधुतः गिरीन्द्रावक्षिप्तोऽप्यहह परमात्मन्नयि विभो त्वयि न्यस्तात्मत्वाल् किमपि न पीडामभजत ततः शङ्काविष्टः स पुनरतिदुष्टोऽस्य जनको गुरूक्त्या तद्गेहे किल वरुणपाशैस्तमरुणत् गुरोश्चासान्निध्ये स पुनरनुगान् दैत्यतनयान् भवल्भक्तेस्तत्त्वं परममपि विज्ञानमशिषत् पिता शृण्वन् बालप्रकरमखिलं त्वल्स्तुतिपरं रुषान्धः प्राहैनं कुलहतककस्ते बलमिति
ബലം മേ വൈകുണ്ഠസ്തവ ച ജഗതാം ചാപി സബലം സ ഏവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതീൽ അരേ ക്വാസൗ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി പ്രഭിന്ദേ സ്മ സ്തംഭം ചലിതകരവാളോദിതി സുതഃ അതഃ പശ്ചാദ്വിഷ്ണോ ന ഹി വദിതുമീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ദശകം 25 നരസിംഹാവതാരം. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയന്നാഘൂർണജ്ജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തവാ ഭൂദ്രവഃ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പഃ കശ്ചന സംപപാത ചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. അങ്ങനെ 24-ാമത്തെ ദശകം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ പാരായണം ചെയ്ത് സമർപ്പിച്ചിരിക്കുകയാണ്. 24, 25 ചേർത്ത് വായിക്കേണ്ടതാണെങ്കിലും നമ്മൾ ഒരു ദശകം കഴിഞ്ഞപ്പോൾ അതങ്ങ് സമർപ്പിച്ചു എന്ന് മാത്രം. സാധാരണ പാരായണം ചെയ്യുമ്പോൾ എൻ്റെ ഗുരു പറയാറുണ്ട് അത് രണ്ടും ചേർത്ത് വായിക്കേണ്ടതാണ്, പ്രഹ്ലാദചരിതവും നരസിംഹാവതാരവും. ഇനി നമുക്ക് അതിൻ്റെ ഫലശ്രുതിയിലേക്ക് കടക്കാനുള്ള സമയമാണ്. ഈ ഒരു 24-ാമത്തെ ദശകത്തിൻ്റെ പാരായണ ഫലസിദ്ധിയായിട്ട് പറയുന്നത് കർമ്മബന്ധ നിർമുക്തിയാണ്. കർമ്മങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാനാകില്ല, പക്ഷെ കർമ്മത്തിൻ്റെ ബന്ധങ്ങളിൽ നിന്നും ആ കർമ്മപാശത്തിൽ നിന്നും മുക്തി നേടാനാവും. എങ്ങനെയെന്നാൽ ഇവിടെ പ്രഹ്ലാദൻ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഓരോ കർമ്മവും ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് പ്രഹ്ലാദൻ കാണിച്ചു തരികയായിരുന്നു. ഈ ലോകത്ത് നമ്മൾ ഓരോരുത്തരും ജന്മമെടുത്താൽ അത് ഏതൊരു സൃഷ്ടിയായിരുന്നാലും അതിന് അതിൻ്റേതായ കർമ്മങ്ങളൊക്കെ വിധിച്ചിട്ടുണ്ട്. ആ ജന്മത്തിൽ അതിന് ധാരാളം കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. ആ കർമ്മത്തിൽ നിന്നൊക്കെ ഒളിച്ചോടുക ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെയ്യാനും കഴിയില്ല. നമുക്ക് ജ്ഞാനപ്പാനയിൽ പറയുന്ന പോലെ കർമ്മപാശത്തെ ലംഘിക്കുക എന്നത് ബ്രഹ്മാവിനും എളുതല്ല നിർണയം. ബ്രഹ്മാവിന് പോലും തൻ്റെ കർമ്മങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ല. പക്ഷെ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അതിനോടൊരു ഒട്ടൽ വരാതിരിക്കണമെങ്കിൽ, ആ ഒരു ബന്ധം വരാതിരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പ്രഹ്ലാദൻ നമുക്ക് കാണിച്ചു തന്നത്. നമുക്ക് കർമ്മങ്ങളോടൊരു ഒട്ടൽ വരുന്നത് കർമ്മത്തിൻ്റെ ഫലത്തിൽ കണ്ണുവെച്ചുകൊണ്ട് കർമ്മം ചെയ്യുമ്പോഴാണ്. നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ ഫലം ഇച്ഛിക്കാതെ ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കർമ്മത്തോട് ഒട്ടലുണ്ടാവില്ല. നമ്മുടെയൊക്കെ ജന്മജന്മാന്തരങ്ങളായി നമ്മളിലൊക്കെ വന്നു ചേർന്നിരിക്കുന്ന ഈ സഞ്ചിത കർമ്മങ്ങളുടെ പ്രാരബ്ധ കർമ്മങ്ങളാണ് നമ്മളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കുന്നത്. ഈ ജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നറിഞ്ഞാൽ, ഈ കർമ്മങ്ങളിലൊന്നും നമുക്ക് യാതൊരു കർത്തൃത്വമില്ല എന്നറിഞ്ഞാൽ, നമുക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്നറിഞ്ഞാൽ, കാരണം നമ്മുടെയൊക്കെ ജന്മം എന്ന് പറയുന്ന ഓരോ ജന്മവും ഒരു പ്രീ ഡിറ്റർമിൻഡ് പാത്തിലൂടെയാണ് പോകുന്നത്. മുന്നേ നിശ്ചയിക്കപ്പെട്ട ഒരു പാതയിലൂടെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ പാത നിശ്ചയിച്ചതാകട്ടെ ഭഗവാനല്ല, നമ്മുടെ തന്നെ കർമ്മങ്ങളാണ്. അത് ജന്മജന്മാന്തരങ്ങളായി വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പ്രാരബ്ധ കർമ്മങ്ങളും സഞ്ചിത കർമ്മങ്ങളും ഒക്കെ തന്നെയാണ് നമ്മുടെ ഈ ഓരോ ജന്മത്തെയും പാത, നമ്മുടെ ജീവിതം എങ്ങനെ പോകണമെന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യാത്രയിൽ നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നറിഞ്ഞിരിക്കുക. ഓരോ ജന്മത്തിൻ്റെ ഓരോ ജീവൻ്റെയും ലക്ഷ്യം ആത്യന്തികമായി ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ്. ഇതൊരു
ഒരു ചാക്രികമായ പ്രക്രിയയാണ്, ഒരു സർക്കുലർ മോഷനാണ്. നമ്മൾ ഏതൊരു ബിന്ദുവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തുവോ, തുടക്കം കുറിച്ചുവോ, അതേ ബിന്ദുവിലേക്ക് തിരിച്ചെത്തിച്ചേരുവാനുള്ള ഒരു പ്രയാണമാണിത്. അപ്പോൾ ആ വൃത്തത്തിന് എത്രമാത്രം വലിപ്പം കൂട്ടണമെന്നുള്ളതും കുറയ്ക്കണമെന്നുള്ളതും നമ്മുടെ കൈകളിലാണ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ ലക്ഷ്യം ആത്യന്തികമായി ഭഗവാനിലേക്ക് എത്തുകയാണെങ്കിൽ ഈ കർമ്മങ്ങളുടെ ആ ഒരു ഭാരം കുറച്ചു കൊണ്ടുവന്നെങ്കിലേ നമുക്ക് ഫൈനലി ഒടുവിൽ നമ്മൾ എവിടെ നിന്ന് തിരിച്ചോ അവിടേക്ക് എത്തിച്ചേരാനാകും. അപ്പോൾ ഈ ഭാരം കുറയ്ക്കണം, കർമ്മങ്ങളുടെ ഭാരം കുറയ്ക്കണമെങ്കിൽ സഞ്ചിത കർമ്മങ്ങളുടെയും പ്രാരബ്ധ കർമ്മങ്ങളുടെയും ഒക്കെ ഭാണ്ഡം അത് കുറച്ച് അയവുള്ളതാക്കി കൊണ്ടുവരണം. അതിന് വേണ്ടത് നമുക്ക് ഈ കഴിഞ്ഞ ജന്മജന്മാന്തരങ്ങളായി നമ്മൾ ചെയ്ത സഞ്ചിതവും പ്രാരബ്ധവുമായിട്ടുള്ള കർമ്മങ്ങളുടെയൊക്കെ ആ ഒരു ഭാണ്ഡത്തിൽ നമുക്ക് ഇപ്പോൾ ഇനി ഈ ഒരു ജന്മത്തിലും ഒരു പക്ഷേ ഇനിയും വരാവുന്ന ജന്മങ്ങളിലും അതിൻ്റെയൊക്കെ ഫലം അനുഭവിച്ച് ആ ഒരു ഭാരം കുറയ്ക്കാൻ നമുക്ക് കഴിയും. ഭാരം കുറച്ചേ മതിയാവുകയുമുള്ളൂ. അതിൽ നമുക്ക് യാതൊരു വ്യതിയാനവും വരുത്തുവാൻ കഴിയില്ല. കഴിഞ്ഞതാണ്, ആ കഴിഞ്ഞതിൻ്റെ ഭാരം പേറുകയാണ്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ജന്മങ്ങളിലേക്ക് നമ്മൾ വഹിച്ചുകൊണ്ട് പോകാവുന്ന സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങളുടെ ഭാരം നമുക്ക് കുറയ്ക്കാനാകണമെങ്കിൽ ഈ കർമ്മത്തോടുള്ള മമത, കർമ്മഫലത്തോടുള്ള മമതയാണ് കർമ്മത്തോട് മമതയുണ്ടാക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിക്ക് കിട്ടുന്ന പ്രതിഫലത്തിലാണ് നമ്മുടെ കണ്ണെങ്കിൽ, നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഈ കർമ്മത്തോടുള്ള മമത നമുക്കിങ്ങനെ കൂടിക്കൂടി വരും. എന്താ, ആ പ്രതിഫലത്തിലാണ് നമ്മുടെ ലക്ഷ്യമിരിക്കുന്നത്. മറിച്ച് പ്രതിഫലം എന്തായിരുന്നാലും, പ്രതിഫലം നല്ലത് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ, മോശം വരികയോ മോശം വരാതിരിക്കുകയോ ചെയ്യട്ടെ, ഇതിൽ രണ്ടിലും നമുക്ക് യാതൊരു കർത്തൃത്വമില്ല. ഭഗവാൻ ഗീതയിൽ പറയുന്നത് പോലെ കർമ്മണ്യേവാധികാരസ്ഥേ, നമുക്ക് നമ്മുടെ കർമ്മം ചെയ്യുന്നതിൽ മാത്രമേ അധികാരമുള്ളൂ. കർമ്മഫലം അത് എന്ത് തന്നെയായിരുന്നാലും അത് തരുവാൻ, അത് നിശ്ചയിക്കുവാൻ നമ്മൾ യോഗ്യരല്ല, നമുക്കതിനുള്ള അർഹതയില്ല എന്നറിയുക. ഒരു കുട്ടി നന്നായി പരീക്ഷയ്ക്ക് പഠിച്ചാലും ചിലപ്പോൾ എത്ര നന്നായി പഠിച്ചിട്ട് പോകുന്ന കുട്ടിക്കും വളരെ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടുന്നതെങ്കിൽ അതിന് വേണ്ട വിധത്തിൽ അതിൽ പെർഫോം ചെയ്യാൻ, അതിന് വേണ്ട വിധത്തിൽ ആ പരീക്ഷ നന്നായി ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് വരും. അവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് വിചാരിച്ചാൽ അത് നമുക്ക് വിധിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിലേക്ക് എത്തുക എന്നുള്ളത് മുന്നേ വിധിച്ചിട്ടുള്ളതാണ് എന്ന് കരുതി നമുക്ക് ചിലപ്പോൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആകാൻ വരുന്നത് എന്ന് കരുതി പഠിക്കാതെ ഇരുന്നാലോ അല്ല. പഠിക്കുക എന്നുള്ളത് നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മം, അതിൻ്റെ റിസൾട്ട് അത് നമുക്ക് നന്നായി ചെയ്യാൻ കഴിയുമോ? ഇനി ആ ചെയ്യാൻ കഴിയണമെങ്കിൽ പോലും ഭഗവാന്റെ കൃപയുണ്ടാവണം. ഇനിയും ക്വസ്റ്റ്യൻ പേപ്പർ ഇതേപോലെ ടഫായിരുന്നാൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ടിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് വരാം. അപ്പോഴും അതും ഈശ്വരൻ്റെ കൈകളിലാണ് എന്നറിയുക. അപ്പോൾ കർമ്മം ചെയ്യുക എന്നുള്ളത് നമ്മുടെ കൈകളിലാണ്. അത് പരമാവധി ഭംഗിയായിട്ട് കർമ്മഫലത്തിൽ കണ്ണുവയ്ക്കാതെ ഇത് പഠിക്കുക, നന്നായി പഠിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ് എന്നുള്ള, അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹമാണ്, അത് ഭഗവാന് വേണ്ടിയുള്ള ഒരു സമർപ്പണമായി ചെയ്യാൻ കഴിയുക. ഭഗവാനെ ഒക്കെ നന്നാക്കി തരണമേ, അവിടെ നിന്നാണ് എല്ലാം നിശ്ചയിക്കുന്നത്, അവിടുത്തെ കൈകളിലാണ് എല്ലാം എന്നുള്ള മനോഭാവത്തോടു കൂടി എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിൽ നമ്മുടെ ഒരു മനോഭാവം വളരെ പ്രധാനമാണ്. അപ്പോൾ ആ ഒരു മനോഭാവത്തോടു കൂടി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അതിൻ്റെ ഫലം എന്തുമായിക്കോട്ടെ അത് ഈശ്വരേച്ഛയാണെന്ന് കരുതി സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അവിടെ ആ കർമ്മത്തിനോട് നമുക്കൊരു ബന്ധമുണ്ടാവുകയില്ല. അപ്പോൾ അത് ജീവിതത്തിൽ നമ്മൾ ആരും ദുഃഖം മരണം എന്ന് കരുതി ഒരു കർമ്മവും ചെയ്യാറില്ല. പക്ഷേ എല്ലാ കർമ്മവും ചെയ്യുന്ന സുഖം കിട്ടണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. എന്നാൽ ഇത് രണ്ടും, സുഖമാകട്ടെ ദുഃഖമാകട്ടെ, ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കിയാൽ ഇതിന് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുകയും വേണ്ട, ചെയ്യാതിരിക്കുകയും വേണ്ട. രണ്ടായിരുന്നാലും, ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മളിലേക്ക് വരാനുള്ള സുഖദുഃഖങ്ങളൊക്കെ വന്ന് തന്നെ അടങ്ങുകയുള്ളൂ. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് നമുക്ക് ഓർമ്മയുണ്ടാവും, വളരെ വർഷങ്ങൾക്ക് മുൻപാണ് അഷ്ടമുടിക്കായലിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഐലൻഡ് എക്സ്പ്രസ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ ചില ബോഗികൾ ഒരു പാളം തെറ്റി കായലിൽ വീഴുകയും കുറേ പേർക്ക്, ചിലർക്ക് ജീവഹാനിയുണ്ടായി, ചിലർക്ക് മറ്റു തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചു. എന്നാൽ അതേ ട്രെയിനിൽ സഞ്ചരിച്ചിരുന്ന മറ്റു പലർക്കും
എനിക്കും മറ്റു പല ബോഗികളിലുണ്ടായിരുന്നവർക്കും ഒന്നും ഒരു അപകടവും കൂടാതെ രക്ഷപ്പെട്ടു. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് വന്ന സുഖവും ദുഃഖവും ആ സുഖം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ദുഃഖം കിട്ടാൻ വേണ്ടിയിട്ടോ അവർ പ്രത്യേകിച്ച് ആ ട്രെയിനിലിരുന്ന് ഒന്നും ചെയ്തിട്ടല്ല. അവരുടെ സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങളുടെ ഭാണ്ഡത്തിൽ ഇത് അനുഭവിക്കുകയും അനുഭവിക്കാതിരിക്കുകയും ചെയ്യാൻ ചിലരുടെയൊക്കെ യാത്രയിൽ നേരത്തെ വിധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സുഖമായാലും ദുഃഖമായാലും നമ്മൾ പ്രത്യേകിച്ച് അതിനുവേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കാരണം അത് നമ്മുടെ തന്നെ ജന്മജന്മാന്തര കർമ്മങ്ങളുടെ ഫലമാണ് എന്നറിയുക. അപ്പോൾ അങ്ങനെ ആ ഒരു മനോഭാവത്തോടു കൂടി കർമ്മത്തിൽ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ, അതും ഭഗവാനെ ഭംഗിയായി അത് പര്യവസാനിക്കണമെങ്കിൽ അവിടുത്തെ കൃപ, അവിടുത്തെ കാരുണ്യമൊന്നുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് നല്ല ബോധ്യത്തോടു കൂടി നന്നായി ബോധിച്ചുകൊണ്ട് ആ കർമ്മം ചെയ്യാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോൾ ആ കർമ്മത്തോടും നമുക്ക് ബന്ധമുണ്ടാകില്ല. കാരണം ആ കർമ്മം ചെയ്യാൻ നമ്മളെ നിശ്ചയിച്ചിരിക്കുന്നത്, ആ കർമ്മം ചെയ്യാൻ ശക്തിയായി നമ്മളിൽ നിൽക്കുന്നത്, ഇവിടെ പ്രഹ്ലാദൻ പറഞ്ഞതുപോലെ ബലം മേ വൈകുണ്ഠസ്തവ ച ജഗതാം ചാപി സബലം, എൻ്റെയും നിങ്ങളുടെയും ഈ ജഗത്തിൻ്റെ തന്നെയും ബലമായി വർദ്ധിക്കുന്നത് ആ വൈകുണ്ഠനാഥനാണ്. അവിടുത്തെ കൃപ കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ കഴിയുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്താൽ കർമ്മത്തോട് ഒരു ബന്ധവും നമുക്കുണ്ടാവുകയില്ല. ആ കർമ്മബന്ധത്തിൽ നിന്നും മുക്തി നേടുന്നതിന് ഭക്ത പ്രഹ്ലാദൻ നമുക്ക് പറഞ്ഞു തന്ന ഈ ഒരൊറ്റ ശ്ലോകം മതിയാവും. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. ഈ ദശകം പാരായണം ചെയ്യുന്ന എല്ലാവർക്കും ഭഗവാൻ അതിനുള്ള ഒരു കൃപാകടാക്ഷം ഭഗവാനിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. എന്നിട്ട് ഭഗവാൻ പറയിപ്പിച്ച ഈ ഓരോ വാക്കും അതും അവിടുത്തെ ഇച്ഛയാണ്, അവിടുത്തെ നിശ്ചയമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഭഗവാനെ ഇതെല്ലാം അവിടുത്തെ പാതാരവിന്ദങ്ങളിലേക്കുള്ള ഈ ഉള്ളവളിൽ നിന്ന് വന്ന ഓരോ വാക്കും അവിടത്തേക്കുള്ള അർച്ചന പുഷ്പമായി സമർപ്പിച്ചു കൊള്ളട്ടെ, സ്വീകരിക്കണമേ എന്ന അപേക്ഷയോടുകൂടി സർവം കൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്ക് അടുത്ത സത്സംഗത്തിൽ 25ാമത്തെ ദശകം നരസിംഹാവതാരം തുടങ്ങാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.